അസ്സലാമലൈക്കും ഷമീർ ദോസ്തിയാണ്. അതായത് റഹീമിന്റെ കാര്യത്തിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ റഹീമിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ 1,60,00,000 കൊടുത്താൽ മാത്രമേ റഹീമിന് മോചനം ഇനിയും സാധ്യമാകൂ എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അടിച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി ആദ്യമേ ഉള്ള ഒരു ധാരണയാണ്. വാദിവാദം വക്കീൽ ഇടപെട്ടുകൊണ്ടാണ് മോചനമൊക്കെ സാധ്യമായത് തന്നെ ഈ പൈസ കൊടുത്താൽ. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആശാരി ഫാമിലിക്ക് അറിയുന്ന കാര്യമാണ്, ട്രസ്റ്റിന് അറിയുന്ന കാര്യമാണ്, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ലേറ്റ് ആകുന്നത് കൊണ്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരും, അത് വലിയൊരു ന്യൂസായി മാറുന്നത്. വേറെ ബേജാറാവാനൊന്നുമില്ല. റഹീം എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കാണും. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഇറങ്ങും. ഒരു ഇലക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ എന്താ പറയുക വിദേശകാര്യ വകുപ്പിന്റെ സ്ലോ ആകാൻ കാരണം എന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പിന്നെ പുതിയ ന്യൂസ് ഒന്നല്ല, പുതിയ ന്യൂസാണെന്ന് കരുതിയിട്ട് ആരും അതിനൊരു പ്രാധാന്യം കൊടുക്കണ്ട. റഹീം പെട്ടെന്ന് ഇറങ്ങും, എല്ലാവരും കാണാം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തോ. അതുകൊണ്ട് റഹീം പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ദുആർക്ക്. അസ്സലാമു അലൈക്കും.